144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്? രാജ്യത്തെ ഒരു സർക്കാരും എടുക്കാത്ത കർശന നടപടിയാണ് എന്റെ സർക്കാർ കളങ്കിതരായ പോലീസുകാർക്കെതിരെ എടുത്തതെന്ന്. പോലീസ് മർദ്ദന വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ അവകാശവാദം CPM ക്യാപ്സ്യൂളുമാക്കി. മുഖ്യമന്ത്രി കോഴിക്കോട് വടകരയിലെ കൺട്രോൾ റൂമിൽ പോയി നോക്കുക. അവിടെ 2023 ജനുവരി 19 തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ട അഭിലാഷ് ഡേവിഡ് പോലീസ് തൊപ്പി വെച്ച് താങ്കളെ സല്യൂട്ട് ചെയ്യും. ഷാഫി പറമ്പിലിന്റെ മൂക്ക് തല്ലി തകർത്ത അഭിലാഷ് ഡേവിഡ് എന്ന വടകര കൺട്രോൾ റൂം CI ആരാണ്? തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത് പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനും ഗുണ്ടകളുമായുള്ള അടുത്ത ബന്ധത്തിനും. ഇപ്പോൾ വടകരയിൽ പൊങ്ങി. ക്രിമിനൽ പോലീസുകാരെ പിരിച്ചുവിട്ട സർക്കാർ എന്ന് മേനി നടിക്കലും പൊളിഞ്ഞടുങ്ങുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നമ്പർ 1 പിരിച്ചുവിടലിലും കള്ളത്തരമോ? പ്രൈം ഡിബേറ്റിൽ CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ LG ലിജീഷ്, കോൺഗ്രസ് പ്രതിനിധി ശ്രീ സേനാപതി വേണു, BJP പ്രതിനിധി ശ്രീ TP ജയചന്ദ്രൻ, റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചേരുകയാണ്. ഇന്ന് ഷാഫി പറമ്പിൽ MP കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തി. തന്നെ പേരാമ്പ്രയിൽ മർദ്ദിച്ചത് 2023 സേനയിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസ് CI ആണെന്ന് പറഞ്ഞത്. അതായത് അഭിലാഷ് ഡേവിഡ്. അഭിലാഷ് ഡേവിഡ് എങ്ങനെ തിരികെ കാക്കിയടിഞ്ഞ് സേനയിൽ എത്തി? ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ഗുണ്ടാബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട പിരിച്ചുവിട്ടു എന്ന് ടൈംസിന്റെ ഇതിന്റെയൊക്കെ വാർത്ത, പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത. ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് under suspension for being in touch with land mafia was dismissed over lapse in a rape case while he was posted as inspector at Srigaryam station. പിരിച്ചുവിട്ടുന്ന ഇന്ത്യൻ എക്സ്പ്രസിലെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും, ഇത് 24-ലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും ന്യൂസ് 8-നും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് 3 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് വാർത്തയാണ്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയോ? പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തന്നെ തല്ലിയത് അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. പ്രൈം ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്ന വിഷയം അത് മാത്രമല്ല, എങ്ങനെയാണ് അഭിലാഷ് ഡേവിഡ് എന്ന CIക്ക് തിരികെ സേനയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്? 144 കളങ്കിതരായ പോലീസുകാരെ പിരിച്ചുവിട്ടു. അത് സർക്കാരിന്റെ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതാണ്. 2016 മുതൽ 2025 വരെയുള്ള കാലത്താണ് 144 പോലീസുകാരെ, ക്രിമിനൽ പോലീസുകാരെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. പക്ഷേ ഇവരിൽ മിക്കവരും ഇപ്പോൾ സേനയിൽ തന്നെ ഉണ്ട് എന്നതാണ് വാസ്തവം. ഇങ്ങനെ ഒരു പരാമർശം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയതിന്റെ പിറ്റേന്ന് തന്നെ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന്.
അതുമാത്രമല്ല അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ സേനയിൽ നിന്ന് പുറത്താക്കിയ പോലീസുകാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രി നൽകണം, പേരുകൾ പുറത്തുവിടണം, എങ്കിൽ മാത്രമേ ഇവർ ഇപ്പോൾ സേനയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ കഴിയുകയുള്ളൂ എന്ന്. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെയാണ് അഭിലാഷ് ഡേവിഡ് എന്ന തിരുവനന്തപുരത്ത് നടപടി നേരിട്ട സേനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്, ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന CH നാഗരാജു ഇക്കാര്യം പറയുകയും ചെയ്തതാണ്. അതിനുശേഷം എങ്ങനെയാണ് സേനയിലേക്ക് തിരികെ വന്നത്? അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ 144 പോലീസുകാരിൽ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ സേനയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പോലീസ് മർദ്ദനത്തെക്കുറിച്ചും പോലീസ് അതിക്രമത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മറ്റൊരു സർക്കാരും ചെയ്യാത്ത നടപടി ഞങ്ങൾ എടുത്തിരുന്നതാണ്. 9 വർഷത്തിനിടയിൽ 144 പോലീസുകാരെ പുറത്താക്കിയിട്ടുണ്ട്, സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്, അവർ തിരിച്ചെത്തിയിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അത് കള്ളമല്ലേ എന്ന ചോദ്യമാണ്. ശ്രീ ജോർജ് ജോസഫ്, എങ്ങനെ ഇവർക്ക് തിരികെ എത്താൻ കഴിയുന്നു? മുഖ്യമന്ത്രി പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, അസംബ്ലിയിൽ 2023 അദ്ദേഹം പറഞ്ഞത് 144 പേര്, അതിനകത്ത് 22 പേരുടെ കാര്യം എടുത്തു പറഞ്ഞു. അതിനകത്ത് DYSPമാര് 3 പേര്, 5 സർക്കിൾ ഇൻസ്പെക്ടർമാർ, അതൊക്കെ അന്ന് പത്രത്തിൽ വന്ന വാർത്തകളാണ് ഞാൻ ഈ പറയുന്നത്. ആ 108 പോലീസുകാരെ പിരിച്ചുവിട്ട സമയത്ത് ആ കൂടെ ആദ്യം പറഞ്ഞ 3 പേരാണ്. അത് അഭിലാഷ് ഡേവിഡ്, അദ്ദേഹം അന്ന് റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അവിടുന്ന് അദ്ദേഹം ഗുണ്ടയായിട്ടൊരു ബന്ധവും ഗുണ്ടയുടെ ഭാര്യയായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു, ഗുണ്ടയായിട്ടുള്ള ബന്ധം. അതിനുമുമ്പ് അദ്ദേഹം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന സമയത്ത് അവിടുത്തെ ഒരു പോക്സോ കേസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് പോക്സോ കേസിലുള്ള പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അദ്ദേഹത്തിനെയും മറ്റ് 2 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നാണ് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത്. 59 പോലീസുകാരെ പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് നീങ്ങി ഗുരുതര കുറ്റം ചെയ്തവരെ. കാരണം 10 വർഷം അത് കൂടുതൽ അല്ലെങ്കിൽ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസിനകത്ത് പ്രതികളായ പോലീസുകാർ. അന്നത്തെ അദ്ദേഹത്തിന്റെ പത്രത്തിൽ വന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്ത വാർത്തകൾ 828 കളങ്കരഹിതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ടെന്നാണ്. 98% പോലീസ് ഉദ്യോഗസ്ഥർ നല്ലവരാണ്. പക്ഷേ ഏകദേശം 62,000 പോലീസുകാർ ഇപ്പോൾ സർവീസിലുണ്ട്. അതിനകത്തൊരു 15% ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ. കാരണം നിരവധി കേസുകളിൽ പ്രതിയായവരെ അവർ പോലീസിലുണ്ട്, പക്ഷെ സബ്സിക്വന്റ് ആയിട്ട് അവരുടെ സ്വാധീനം കൊണ്ട് ആ കേസിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പം ഈ അഭിലാഷ് ഡേവിഡ് സർവീസിൽ കയറിയെന്ന് ഞാൻ കരുതിയേയില്ല. അഭിലാഷ് ഡേവിഡിനെ ഇപ്പോഴാണ് ഈ ഒരു സംഭവത്തോടനുബന്ധിച്ചാണ് രംഗത്ത് വരുന്നത്. അയാളെ പഞ്ചൂർ CPM ലോക്കൽ കമ്മിറ്റിയിലെ അവിടെ ആഫീസിൽ കയറി ഇറങ്ങുന്ന ആളാണ്. നെയ്യാറ്റിക്കരയിലെ SI ആയിരുന്നു നേരത്തെ. അതിനുശേഷം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകാര്യത്തിൽ വന്നു. പിന്നീട് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ശ്രീകാര്യത്ത് SHO ആയിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു സസ്പെൻഷൻ വന്ന് നാഗരാജിന്റെ കമ്മീഷണർ കാലത്ത്. അതിനുശേഷം അത് റീഇനിഷ്യേറ്റ് ചെയ്ത ശേഷം പിന്നെ റെയിൽവേയിൽ വന്നു. റെയിൽവേ വന്നപ്പോഴാണ് ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം, അവിടെ ഒരു ഭാര്യ, അയാളുടെ ഗുണ്ടയുടെ ഒരു ഭാര്യയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ വന്നു. പക്ഷെ അദ്ദേഹം തിരിച്ച് സർവീസിൽ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിരിച്ചുവിട്ടതിനെതിരായിട്ട് ഒരു റൈറ്റ് ഉണ്ട് എംപ്ലോയിക്കിന്. ആ റൈറ്റ് അനുസരിച്ച് കാറ്റിൽ പോകും. ആദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് അവർ പോവുക. എല്ലാവരും കാറ്റിൽ പോയി കഴിഞ്ഞാൽ കാറ്റിലെ അനുകൂലമായ ഒരു തീരുമാനം കിട്ടിയെങ്കിൽ ചിലപ്പോൾ സർവീസിൽ തിരിച്ച് കയറാം. പക്ഷേ കാറ്റിലെ ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ ADGPയോ DIG ആയിരിക്കും എതിർ കക്ഷികൾ. അപ്പം അവര് കാറ്റില് ഇവർക്ക് തിരിച്ച് കയറാൻ സൗകര്യത്തിന് ചില സ്റ്റേറ്റ്മെന്റുകൾ അവിടെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് സർവീസിൽ കയറാം. മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് അപ്പീൽ നൽകി ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുവാനും കഴിയുമല്ലോ. ഇപ്പോൾ അന്ന് IG റാങ്കിലായിരുന്നു നാഗരാജു ഉണ്ടായിരുന്നത്, അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അതിന് മുകളിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് അപ്പീൽ കൊടുക്കുവാനുള്ള അധികാരം ഈ നടപടി നേരിട്ട പോലീസുകാരനുണ്ടല്ലോ. അങ്ങനെ അപ്പീൽ കൊടുത്ത് തിരികെ കയറാൻ പറ്റും, അവിടെയും കണ്ണടച്ചാൽ മതിയല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഈ 144 പോലീസുകാർക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ തിരികെ പോലീസ് സേനയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ ആരും അറിയുന്നില്ല, അത് സർക്കാർ മറച്ചു വയ്ക്കുകയാണ്. അവിടെയാണ് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ആരൊക്കെയാണ് ഇങ്ങനെ നടപടി നേരിട്ട പോലീസുകാർ, ഇക്കാര്യം അതിൻ്റെ ഒരു പട്ടിക നൽകണമെന്ന്. അത് ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ
ഇവർക്കെതിരെയൊക്കെ നടപടിയെടുത്തതിന്റെ രേഖകൾ പോലീസ് ആസ്ഥാനത്തൊട്ട് ഇല്ലതാനും. ശ്രീ ജോർജ് ജോസഫ്. അതെ, അത് എല്ലാവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് കാറ്റിലാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയ ശേഷമാണ് അപ്പീൽ പോകുന്നത്. അവിടെ അപ്പീൽ പോയി ചിലപ്പം അവർ ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി അതിൽ അയാളെ ടെർമിനേറ്റ് ചെയ്തു, അല്ലെ അയാളെ പിരിച്ചുവിടാനുള്ള അധികാരം അപ്പീൽ അതോറിറ്റിക്കുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റ് ഡയറക്ഷൻ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് അവർ തിരിച്ച് സർവീസിൽ കയറ്റും. ഒരു ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയിൽ ഒരാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനായിട്ട് ഡിസിപ്ലിനറി അതോറിറ്റിക്ക് അധികാരമുണ്ട്, അയാളെ പിരിച്ചുവിടാനും അധികാരമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകും. അവിടെയും ഈ സർക്കാരിനെ സ്വാധീനിച്ച് അവിടെ റെസ്പോണ്ടന്റ് ആകുന്ന IG-യോ DIG-യോ കുറച്ച് ലാഘവബുദ്ധിയോടെ ഇവരെ തിരിച്ചു കയറ്റത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒപ്പോസിഷൻ ഒന്നും കൊടുക്കാതെ വരുമ്പം കാറ്റ് അനുകൂലമായ ഒരു തീരുമാനം എടുക്കും. അങ്ങനെ എടുത്താലും അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ സർക്കാരിന് പോകണമല്ലോ. ഇയാളെ തിരിച്ചെടുക്കണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുക, ഹൈക്കോടതിയിൽ പോവാ. ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും 226 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള അധികാരമുണ്ട്. ഹൈക്കോടതി പിരിച്ചുവിടാം. ഇത് മുഴുവൻ പരിശോധിച്ച ശേഷം പിരിച്ചുവിടേണ്ട ആളാണെങ്കിൽ ഹൈക്കോടതി പിരിച്ചുവിടും. ഇല്ലെന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഗവൺമെന്റിന് അധികാരമുണ്ട് ഒരാളെ പിരിച്ചുവിടാൻ. അങ്ങനെ കേരളത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ലാഘബുദ്ധിയോടെ കണ്ട് തിരിച്ചു കയറ്റിയിട്ട് നോർത്തിൽ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ ആരും അറിയില്ല, അയാൾക്ക് സർവീസിലിരിക്കാം, ശമ്പളം വാങ്ങാം. ഇപ്പോഴേ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഷാഫി പറമ്പലിനെ അവിടെ തലക്കിട്ടടിക്കുന്നത് നമ്മൾ ദൃശ്യത്തിൽ കൂടെ കണ്ടു. എന്തുകൊണ്ടാണ് അവിടുത്തെ SP അങ്ങേരെ അറിയാതെ ആ സ്ഥലത്ത് പോലീസുകാരെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവിടുത്തെ DYSമാരറിയാതെ അവിടുത്തെ പോലീസുകാരെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എത്ര പോലീസുകാരെ അവിടെ പോസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായ DYSPമാർ രണ്ടുപേർക്കും അറിയാം. അതിലൊരാൾ ഇതുപോലെ ഒരു അടി അടിച്ചാൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ആ DYSPമാർക്കാണ്. അങ്ങനെ അവിടെ ലാത്തിചാർജ് ഇല്ലാത്ത സന്ദർഭത്തിലാണ് 3 പ്രാവശ്യം അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനിപ്പം ഡിഫൻസൊക്കെ ഈ CI ഇപ്പം പറയുന്നുണ്ടെങ്കിലും അവിടെ 4-5 പേര് ഓങ്ങുന്ന കണ്ടിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ പോലീസിന് അറിയാമല്ലോ. എന്തുകൊണ്ട് അവിടുത്തെ SP അതിന് തയ്യാറായില്ല? അവിടെ ആ SP അവിടെ 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 ആ SPക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു പോസ്റ്റിംഗ് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം നിരന്തരം പ്രശ്നങ്ങൾ, ലോലെസ്നെസ്, ആഭ്യന്തര വകുപ്പിന് ശല്യം ഉണ്ടാകുന്ന രീതിയിലാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നിന്റെ പുറത്ത് ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന സ്ഥലത്ത് ലാത്തിചാർജ് ഒന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഷാഫി പറമ്പിൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചതിനിടയ്ക്ക് പിൻനിരയിലിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടിത്തൊപ്പി വെച്ചിട്ട് 3 പ്രാവശ്യം അടിക്കുന്നത് നമ്മൾ കണ്ടു. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും അവിടുത്തെ പോലീസിന് അറിയാമല്ലോ, അവിടുത്തെ SPക്ക് അറിയാമല്ലോ, അവിടുത്തെ ഇന്റലിജൻസുകാർക്ക് അറിയാമല്ലോ. അയാളുടെ ചാർജിലുള്ള SIO CA ആരെങ്കിലും ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ DYSP ഉണ്ടല്ലോ, അവർക്കറിയാമല്ലോ. അല്ലാത്ത ആർക്കും അവിടെ ഒന്നും നിൽക്കാൻ ഒക്കില്ല. അപ്പോൾ അത് മനഃപൂർവ്വം സപ്രസ് ചെയ്തു. പോലീസ് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? ഇപ്പം ഇയാൾ പറയുന്നുണ്ട് ഞാനല്ല അടിച്ചതെന്നൊക്കെ പറയുന്നു. എങ്കിലും ഇവിടുന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരാൾ അവിടെ കൺട്രോൾ റൂമിൽ ഡ്യൂട്ടി ആയിട്ട് ഒളിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ഇപ്പോഴല്ലേ വന്നത്? ഷാഫി പറമ്പിൽ പറഞ്ഞപ്പോഴല്ലേ അങ്ങനെ ഒരാള് പിരിച്ചുവിട്ട ആൾ അവിടെ അതിനുള്ള മറുപടി എന്താണ്? മുഖ്യമന്ത്രി തന്നെയാണ് മേനി പറഞ്ഞത് 144 പോലീസുകാരെ പിരിച്ചുവിട്ട് മാതൃക കാട്ടിയ സംസ്ഥാനമാണ് കേരളം. അത് UDFനെ നോക്കി നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നു, പ്രതിപക്ഷ ബെഞ്ചിനെ നോക്കി പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് എനിക്കറിയാം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരു സർക്കാരിനും സാധിക്കാത്ത കാര്യമാണ് ഇത് എന്ന്, അതായത് മാതൃകാപരമായ ഒരു കാര്യം ചെയ്തുവെന്നാണ്. അവരൊക്കെ തിരികെ ഇപ്പോഴും സർവീസിലുണ്ട്. ശ്രീ ലിജീഷ്, അതിന് ഉദാഹരണമാണല്ലോ അഭിലാഷ് ഡേവിഡ്. മഞ്ജുഷ്, നിങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. അല്ല, ഞാൻ പറയട്ടെ, എന്നോടല്ലേ ചോദ്യം? ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ചർച്ചകൾ ചെയ്യുന്നത്. കാരണം ഈ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്ന് ആധികാരികമായി നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ റിട്ട പോലീസ് ഓഫീസർ ഇപ്പോൾ ജോർജ് ജോസഫ് ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന 44 ആളിൽ ഒരാൾ അഭിലാഷ് ഡേവിഡ് ആണെന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? 144 അഭിലാഷ് ഡേവിഡിന് ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ഈ പറഞ്ഞ ചില വിഷയങ്ങളുടെ അടിസ്ഥാനം,
അതെ 144 ആളിൽ ഇയാൾ എങ്ങനെ ഉൾപ്പെട്ടു എന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ആ പട്ടിക തരാൻ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തല. തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷെ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടു എന്നുള്ള വിവരം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ എല്ലാ മാധ്യമങ്ങളും അതേക്കുറിച്ച് റിപ്പോർട്ട് നൽകിയത്. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ആളെന്ന് കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല ശ്രീ മഞ്ജുഷ്. ഇതുവരെ സർവീസിലുള്ള ആളെയല്ലേ ഒഴിവാക്കുന്നത്. അത് പിന്നെ പിരിച്ചു കിട്ടാത്ത ഇതെന്തോ ഒരു വേറൊരു സംഭവമാക്കിയിട്ടൊന്നും ഒരു വിഷയമൊന്നും അതിനകത്തില്ല. ഇതൊക്കെ പുകമറ സൃഷ്ടിച്ച് പറയുകയാണ് നിങ്ങൾ. അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടില്ല. അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. സസ്പെൻഷന് ശേഷം അയാൾ സർക്കാരിൽ അപേക്ഷ നൽകി, അതിൻ്റെ അപ്പീൽ നൽകി. അതിന് ശേഷമാണ് സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അയാളെ സർവീസിൽ തിരിച്ചെടുത്തു. അതിന് ശേഷമാണ് അയാൾ പോലീസ് സർവീസിൽ വന്നത്. അതിലെന്താണ് നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ ഒരു MP ആയ ഒരാൾ ഇത്തരത്തിലുള്ള ആധികാരികമായ ഒരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ തിരിച്ച് അങ്ങോട്ട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കട്ടെ. നിങ്ങളിപ്പോൾ വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തല്ലോ. നിങ്ങളിപ്പോൾ പോലീസ് പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ തിരിച്ചെടുത്തോ എന്നൊക്കെയാണല്ലോ നിങ്ങളുടെ വിഷയം. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചർച്ചയില്ലല്ലോ. ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് ആണ് അടിച്ചത് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുക? ഇപ്പോൾ റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ പറഞ്ഞല്ലോ, അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞല്ലോ. അയാൾ അവിടെ ഉണ്ട് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഷാഫി പറമ്പിൽ പറയുന്നത് കേട്ട് പറയുന്നതാണോ? ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സംഭവം നടക്കുമ്പോൾ ഈ പറയുന്ന സ്ഥലത്തില്ല. അയാൾക്ക് അവിടെയോ അല്ല ചുമതല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താണ് അയാൾക്ക് ചുമതല ഉണ്ടായിരുന്നത്. അയാൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഇതുമാത്രമല്ല, ഇത് ഞങ്ങളിത് പറയുന്നതിൽ വേറൊരു കാരണങ്ങൾ കൂടിയുണ്ട്. കുറച്ച് ദിവസം മുമ്പത്തെ ചാനൽ ചർച്ച ശ്രീ മഞ്ജുഷൊക്കെ ഒന്ന് തിരിച്ച് റിവൈൻഡ് എടുത്തു നോക്കിയ നാളാണെന്നാണ് പേരെടുത്തു പറഞ്ഞ് ചർച്ച നടത്തിയവർ. പേരാമ്പ്രയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം സൈബർ ഇടങ്ങൾക്കകത്ത് കോൺഗ്രസിൻ്റെ വാൾപേപ്പറും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ വിഷ്ണു വത്സൻ എന്ന് പറയുന്ന ആളാണ് മർദ്ദിച്ചതെന്നാണ് വളരെ ക്ലിയർ കട്ടായി ഇവരോട് പറഞ്ഞു വെച്ചത്. അത് ഇപ്പോൾ വിഷ്ണു വത്സൻ നിങ്ങൾ ഒഴിവാക്കിയോ? ഇപ്പോൾ പുതിയ ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളെയാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉണ്ടല്ലോ, നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം അത് മാറ്റേണ്ടി വരും. അതിനാവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ വരും. അപ്പോൾ പിന്നെ മാറ്റി പറയുന്ന നില ഉണ്ടാവരുത്. ഞാൻ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിഷ്ണു വത്സൻ നിങ്ങൾ ഒഴിവാക്കിയോ? ഇതൊക്കെ അനാവശ്യമായ പുകമറ ഉണ്ടാക്കി നാടകം കളിക്കുകയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയം. ഇപ്പൊ നിങ്ങളെ ചർച്ചയും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാധികാരികതയില്ലാത്ത വിഷയത്തിന്റെ മുകളിൽ ഷാഫിയെ തല്ലിയത് ആരാണ് എന്നുള്ള വിഷയമല്ല. ഷാഫിയെ തല്ലിയത് അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറയുന്നു, ദൃശ്യങ്ങളും കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഷാഫിയെ നേരത്തെ വേറൊരാളുടെ പേര്, ഈ പറയുന്ന പോലെ വിഷ്ണു എന്നുള്ള ആളുടെ പേര് പറഞ്ഞിരുന്നതുമാണ്. അത് ഞാൻ സമ്മതിച്ചു, ശരിയാണ്, അങ്ങനെ തന്നെയാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അഭിലാഷ് ഡേവിഡ് ആണെന്ന് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടായിരിക്കും അത് പരിശോധിച്ച് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്നൊരു കള്ളി വിളിച്ചതായി എന്നുള്ളതാണ്. അഭിലാഷ് ഡേവിഡ് സേനയിൽ 2023 എന്നാണ് ജനുവരി 19 പിരിച്ചുവിടപ്പെട്ട ആൾ തന്നെയാണ്. അത് സിറ്റി പോലീസ് കമ്മീഷണറോട് താങ്കൾ നേരിട്ട് അന്വേഷിച്ചോളൂ. അദ്ദേഹം താങ്കളോട് ഫോണിൽ പോലും പറഞ്ഞു തരും ഞാൻ സസ്പെൻഡ് ചെയ്ത ആളാണ് എന്ന്. CH നാഗരാജു, അദ്ദേഹം ഇപ്പോഴും സർവീസിലുള്ള ആളാണല്ലോ, അദ്ദേഹം സസ്പെൻഡ് ചെയ്ത ആളാണ്. പിന്നീട് താങ്കൾ പറഞ്ഞതുപോലെ അത് ഈ അച്ചടക്ക നടപടി നേരിട്ട് കഴിഞ്ഞാലുള്ള അടുത്ത കാര്യമുണ്ടല്ലോ, അതിലേക്ക് അദ്ദേഹം പോയി. അതിൽ സർക്കാരിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, ഒരു കാര്യമേ ഉള്ളൂ. അല്ല, നിങ്ങളെല്ലാവരും പറഞ്ഞതാണല്ലോ 144 പോലീസുകാരെ പിരിച്ചുവിട്ട് മാതൃക കാണിച്ച സംസ്ഥാനമാണ് കേരളം എന്ന്. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ പട്ടിക നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ ചോദിച്ചുവല്ലോ ഈ അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കിയതിൻ്റെ രേഖയുണ്ടോ എന്ന്. 144 പേരുടെ ആ വിവരമടങ്ങിയ പട്ടിക നിങ്ങളുടെ കൈവശമുണ്ടോ? അല്ല, നിങ്ങളാണല്ലോ ചാനൽ ചർച്ച വെച്ച ശ്രീ മഞ്ജുഷ്. നിങ്ങളാണല്ലോ ഇതിനകത്ത് ക്യാപ്ഷൻ നിശ്ചയിച്ചത്. പുറത്താക്കിയാൽ തിരിച്ചു വന്നു എന്നല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പുറത്താക്കി എന്നുള്ള വിഷയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞങ്ങൾക്ക് ആധികാരികമായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല, ഇന്നലെ 2023 ജനുവരി 20 എല്ലാ മാധ്യമങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരും അതിനെ എതിർത്തുകൊണ്ട് വന്നില്ല. പോലീസിൽ നിന്ന് സ്ഥിരീകരണം കിട്ടിയതിന് ശേഷം മാത്രമാണ് ആ വാർത്ത നൽകിയത്, എല്ലാ മാധ്യമങ്ങളും നൽകിയത്. 3 പേരെയായിരുന്നു ആ സമയത്ത് പിരിച്ചുവിട്ടത്. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് പിരിച്ചുവിട്ടിട്ടില്ല എന്ന്. പക്ഷെ പിരിച്ചുവിട്ട് ആരാണോ നടപടിയെടുത്തത് അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹമാണ് ആ നടപടി എടുത്തത്, പിരിച്ചുവിടുകയും ചെയ്തു. അല്ല, ആരോട് ചോദിച്ചാലും ശ്രീ മഞ്ജുഷ്, ആരോട് വേണേ നിങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ.
3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതിൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്തു. അതിൽ ഒഴിവാക്കിയ ആളാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. 3 പേരെ ആദ്യം സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് തെളിവ് വേണമെങ്കിൽ കൊണ്ടുവന്നുള്ളൂ. പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സേനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ. അതല്ല എങ്കിൽ ഈ പറയുന്ന 144 പേരുടെ പട്ടികയിൽ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചവരിൽ അഭിലാഷ് ഡേവിഡ് ഇല്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിയാണ്. ഇതുകൊണ്ടാണ് ഈ പുകമറ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് തന്നെ ചോദിച്ചത്, താങ്കൾ പട്ടിക തരൂ ഈ 144 പേരുടെ എന്ന്. അത് പരിശോധിച്ചാൽ അറിയാമല്ലോ ഇപ്പോൾ എത്ര പേർ സേനയിലുണ്ട്, എത്ര പേർ ഇല്ല, 144-ൽ എത്ര പേർ തിരികെ കയറിയിട്ടുണ്ട്, എത്ര പേർ പുറത്തു നിൽക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. അതിനെന്തുകൊണ്ട് മടി കാണിക്കുന്നു? വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാലും അതിന് മറുപടിയില്ല. ഞാൻ ചോദിക്കട്ടെ ശ്രീ മഞ്ജുഷേ, ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ഈ പറയുന്ന പീഡന കേസ് പോക്സോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അതിന് ഇയാൾക്കെതിരെ പിരിച്ചുവിട്ടതായിട്ട് നിങ്ങളെടുത്ത തെളിവുകളുണ്ടോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ നിൽക്കല്ലേ. പോക്സോ കേസിനകത്ത് എന്തോ മധ്യസ്ഥം പറഞ്ഞു, എന്തൊക്കെയോ ആക്കി എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഇയാൾക്കെതിരെ നടപടിയെടുത്ത് അല്ല, ഞാൻ പറയട്ടെ ശ്രീ മഞ്ജുഷ, നിങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് ബന്ധമുണ്ടാവണം. പിരിച്ചുവിട്ടു ഞാൻ പറയുന്ന ഒരു ചെറിയ സാവകാശം ഇല്ലെന്നേ, അത് കഴിഞ്ഞിട്ടാണ് കയറിയത്. അത് ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇദ്ദേഹം സേനയിലുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം വന്നതുകൊണ്ടാണ് അത് പുറത്തിറങ്ങുന്നത്. അതാണ് ഈ രഹസ്യമായി എത്ര പേരെ തിരിച്ചെടുത്തിട്ടുണ്ട് എന്ന കാര്യം പറയണമെന്ന് പറയുന്നത്. എന്നാലും ആ പട്ടിക കിട്ടിയാലേ ഒരു മിനിറ്റ് എനിക്ക് തരൂ, ഞാൻ പറഞ്ഞോളൂ. ആ പട്ടിക കിട്ടിയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആളെയൊക്കെ നിങ്ങൾ പുറത്താക്കിയതായിട്ട് കരുതുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾക്ക് പട്ടിക തരുന്നേ. അല്ലെങ്കിൽ ഈ മേനി നടിക്കൽ ഒഴിവാക്കൂ. 144 എന്നുള്ള മേനി നടിക്കൽ ഒഴിവാക്കൂ. അങ്ങനെ അല്ല, ഈ വെറുതെ 144 പോയാൽ അതാർക്കും പറയാം. 150 പറയാം, 200 പറയാം. അല്ല, അത് വെറുതെ പറയാലോ 144 എന്ന്. ഞാൻ പറയട്ടെ മഞ്ജുഷേ, എന്നോടാണോ ചോദ്യം? അതെ, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പീഡന കേസിൽ ഇയാളെ പുറത്താക്കിയതിന്റെ ഇടയിൽ ശ്രീ മഞ്ജുഷ് പറഞ്ഞു പീഡന കേസ് എന്നല്ല, പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന്. അദ്ദേഹത്തിനെതിരെ പീഡന കേസ് എന്നല്ല സാർ പറഞ്ഞത്, പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, വീഴ്ച വരുത്തിയതിന് പുറത്താക്കിയോ? അതെ, പുറത്താക്കിയെന്നാണോ? പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പുറത്താക്കിയെന്നാണല്ലോ. പുറത്താക്കിയെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ ഈ പീഡന വിഷയം ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മറ്റ് മാഫിയ വിഷയം ബന്ധപ്പെട്ടല്ല പുറത്താക്കിയത്. സസ്പെൻഷനിലായിരുന്നു അദ്ദേഹം. ആ സമയത്ത് സസ്പെൻഷനിലായിരുന്നു. നിങ്ങൾ തന്നെ ഇപ്പൊ 2 വാദം എടുക്കുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഏത് വിഷയത്തിലാണ് പുറത്താക്കി എന്ന് പറയുന്നത്? ഗുണ്ട മാഫിയ ബന്ധത്തിൽ സസ്പെൻഷനിലായിരുന്നു. ആ സമയത്ത് മുൻപ് ശ്രീകാര്യം സ്റ്റേഷനിലുള്ള സമയത്തുള്ള ഈ പീഡന കേസ് അന്വേഷണത്തിലെ വീഴ്ച കണ്ടെത്തി. ഞങ്ങൾ ആരും എടുത്ത നടപടിയല്ലെന്നേ, സിറ്റി പോലീസ് കമ്മീഷണർ എടുത്ത നടപടിയാണ് ഈ പറഞ്ഞത് ശ്രീ ലിജീഷ്. അതിനകത്ത് എന്ത് സംശയിക്കാനാണ്? മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. താങ്കൾ ആ മാധ്യമ വാർത്ത വായിച്ചു നോക്കൂ. മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മൾ ചർച്ചയിൽ ചെയ്യുന്നത്. മാധ്യമങ്ങൾ എന്തൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോ 2 വിഷയം പറഞ്ഞു. ഞാൻ പറയട്ടെ ശ്രീ മഞ്ജുഷ പറയട്ടെ. എനിക്ക് പറയാനൊരു ചെറിയ അവസരം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോളൂ, ഇടപെടല്ലേ. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോ 2 വിഷയം പറഞ്ഞു. പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പുറത്താക്കിയെന്നാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പീഡന കേസുമായി ബന്ധപ്പെട്ട് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിട്ടില്ല. അവിടെയുള്ള റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് അവിടെ പ്രോപ്പറായി അന്വേഷണം നടത്തിയില്ല. അതായത് അയാളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നില്ല അത് വന്നിരുന്നത്. അത് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്തില്ല എന്നുള്ള അയാൾ വരുത്തിയ വീഴ്ചയുടെ ഭാഗമായി അയാൾക്ക് ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ നടപടി വന്നിട്ടുണ്ട്. അത് പുറത്താക്കലല്ല. 2ാമത്തെ വിഷയം നിങ്ങൾ പറഞ്ഞു മാഫിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിനകത്താണ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി 3 പോലീസുകാരെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് 2 പേരെ ഈ പറയുന്ന ഒഴിവാക്കുകയും ചെയ്തു. പോലീസ് വിഭാഗത്തുനിന്ന് ഒഴിവാക്കുകയും ചെയ്തു, പിരിച്ചുവിട്ടു എന്നുള്ളത്. ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളെ പിരിച്ചുവിട്ടിട്ടില്ല. ഇനി നിങ്ങൾ പറയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഇത് തെളിയിക്കേണ്ടത് നിങ്ങളാന്ന് പറഞ്ഞാൽ അതേവിടെ സേനയിൽ നിന്ന് പോലീസുകാരെ പിരിച്ചുവിടുന്ന സമയത്ത് പോലീസിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടാറുള്ളതാണ്. മാധ്യമങ്ങൾക്ക് കിട്ടും, റിലീസിന്റെ ഭാഗമായി തന്നെ അത് കിട്ടും.
അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ക്രിമിനൽ കേസിൽ പ്രതികളായവർ ഉൾപ്പെടെ 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. 2023 ജനുവരി 19 കാര്യമാണ്. അത് പോലീസിന്റെ ഔദ്യോഗികമായിട്ട് അറിയിച്ച കാര്യമാണ്. ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്, ഡ്രൈവർ ഷെറി എസ് രാജ്, CPO റെജി ഡേവിഡ് എന്നിവരെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ലൈംഗിക പീഡന കേസിലും വയോധികയെ മർദ്ദിച്ച കേസിലെയും പ്രതിയാണ് ഷെറി എസ് രാജ്. പീഡനക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയാണ് അത് നമ്മുടെ റെജി ഡേവിഡ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിൻ്റേതാണ് നടപടി. ഓംപ്രകാശ് ഉൾപ്പെടെയുള്ള കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കളുമായി ബന്ധത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ 2 DYSPമാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ്, അതും താങ്കൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്, പിന്നാലെയാണ് 3 പോലീസുകാരെ പിരിച്ചുവിട്ടുള്ള നടപടി. ഇത് വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വാർത്തയാണ്. അതുമാത്രമല്ല, ഇത് സേനയുടെ തിളക്കമാർന്ന ഒരു കാര്യം എന്ന രീതിയിൽ തന്നെയായിരുന്നു. കാരണം സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയ ആളുകളെ കണ്ടെത്തി പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു. അന്ന് ചർച്ച ചെയ്യപ്പെട്ട വാർത്തയാണ്. തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ, വിജിലൻസ് DYSP M പ്രസാദ് എന്നിവർക്കെതിരെയാണ് നേരത്തെ നടപടിയെടുത്തത്. ഗുണ്ടാ ബന്ധത്തിൽ നേരത്തെ 4 CIമാരടക്കം 5 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള വിശദമായ കാര്യങ്ങൾ അന്ന് തന്നെ വന്നതാണ്. താങ്കളിനി കോഴിക്കോടായതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ലേ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കാര്യം തന്നെയാണ് ശ്രീ ലിജീഷ്. പിന്നെ അദ്ദേഹം തിരിച്ചെത്തി, അതെങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഈ 144 ഉൾപ്പെട്ട ആളാണോ അല്ലയോ ഇദ്ദേഹം എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. ആഭ്യന്തര വകുപ്പാണ് ഈ പട്ടികയിൽ, മുഖ്യമന്ത്രിക്ക് നൽകിയ 144 പേരുടെ പട്ടികയിൽ ഇദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ശരി, സേനാപതി ലിജീഷ് പറഞ്ഞതിനുള്ള മറുപടി നൽകൂ. ലിജീഷ് പറയുന്ന അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ്. സേനാപതി. അല്ല, ഈ നമ്മളാരും ഇപ്പൊ ഇവരെ പിരിച്ചുവിട്ടവരുടെ ലിസ്റ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ലഭ്യമായ വാർത്താ മാധ്യമങ്ങളിലെ വിവരങ്ങളും പത്രങ്ങളിലും അന്നത്തെ മാധ്യമങ്ങളിലും ഒക്കെ വന്ന വിവരത്തിൽ ഈ 3 പേരെയും പോലീസ് സേനയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടുള്ള വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് റിലീസ് വന്നിരുന്നു. ഇനി ആ റിലീസ് കണ്ടെടുത്തുകൊണ്ട് വരാനൊന്നും പോലീസിൽ നിന്ന് അല്ല, പോലീസിൽ നിന്ന് ഔദ്യോഗികമായ പ്രസ് റിലീസും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നത്തെ പല ചർച്ചകളിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള. ഇനി അതല്ല, ശ്രീ ലിജീഷിന്റെ കയ്യിൽ ഇയാളെ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടതല്ല എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഹാജരാക്കട്ടെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ 1ാം ഘട്ടത്തിൽ അത് പറയാനുള്ളൂ. ഇനി 2, അദ്ദേഹം ഇവിടെ ഉയർത്തുന്ന വാദഗതികൾ കേട്ടാൽ ശ്രീ ഷാഫി പറമ്പിന്റെ മൂക്കിന് പരിക്ക് പറ്റിയത് പെരാമ്പ്ര ടൗണിൽ ഈവനിങ് വാക്കിന് അദ്ദേഹം നടന്നു കഴിഞ്ഞപ്പോൾ ഏതോ കല്ലിൽ കാല് തട്ടി റോഡിൽ വീണു എന്ന രീതിയിലാണല്ലോ ഇപ്പൊ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആദ്യം ചോദിച്ചു, കോൺഗ്രസ്സുകാർ പറഞ്ഞത് വിഷ്ണു വത്സൽ അടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നു അഭിലാഷ് ഡേവിഡ് അടിച്ചു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ലിജീഷിനോട് ചോദിക്കുന്ന, അങ്ങൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇടതുപക്ഷത്തിന്റെ ആളാണ്, പോലീസ് മർദ്ദനത്തിനൊക്കെ എതിരെ നിങ്ങൾ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണല്ലോ. ഏതായാലും പോലീസിന്റെ ലാത്തിയടിയേറ്റാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത് എന്ന കാര്യത്തിൽ അങ്ങേക്ക് തർക്കമുണ്ടെങ്കിൽ നമുക്ക് വിയോജിക്കാം. ഞാൻ കണ്ടിട്ടുള്ളതും ഈ പാനലിലുള്ള മറ്റ് പാനലിസ്റ്റുകളും അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് പോലീസിന്റെ കയ്യിലിരുന്ന ലാത്തി കൊണ്ടാണ് ശ്രീ ഷാഫി പറമ്പിലിന് അടിയേറ്റിട്ടുള്ളത്. അവിടുത്തെ ഒരു സാഹചര്യം ഒരു സംഘർഷം നടക്കാനോ അല്ലെങ്കിൽ ഒരു പോലീസ് ലാത്തി ചാർജ് നടത്തേണ്ടതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്തല്ല. ഒരു മോബിനെ അവരെ പിരിച്ചുവിടാനോ അല്ല അടിച്ചോടിക്കാനോ തക്ക രീതിയിലുള്ള ഒരു സംഘർഷമോ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞ പോലെ ഞങ്ങളൊരു എന്താ പറഞ്ഞ മോബിനെ അവരെ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി അത് വിസിൽ കൊടുത്ത് മുന്നറിയിപ്പ് കൊടുത്ത് പിരിഞ്ഞു പോകണം എന്ന അനൗൺസ്മെന്റ് ഒന്നും കൊടുക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലിരിക്കുന്ന ലാത്തിയാണ് ഷാഫി പറമ്പിന്റെ മൂക്കിൽ പതിക്കുന്നത് ആ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോ ഏതോ പോലീസ് ഉദ്യോഗസ്ഥർ, ഒന്നിലധികം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ അക്രമത്തിന് തുനിഞ്ഞിട്ടുണ്ട്. ആ അക്രമത്തിന് തുനിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ വിഷ്വലുകളും അതിന് ഉള്ള ചിത്രങ്ങളും എല്ലാം പുറത്തു വരുമ്പോഴാണ് ഈ രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് അവിടെ ഉയർന്നു വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങ് ഉയർത്തുന്ന വാദഗതി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല, അദ്ദേഹം സർവീസിലുണ്ട് എന്ന് ഞാൻ അങ്ങയുടെ അറിവിലേക്കായിട്ട് പറയുന്നു. ഒരുപാട് പഴയ കേസല്ല. 2018 ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ രാജ്കുമാർ എന്ന് പറയുന്ന ഒരു കേസ്, ഒരു പ്രതിയെ പോലീസുകാർ ഉരുട്ടിക്കൊന്നു. 7 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കേസിൽ പ്രതിയായിരുന്നു. അതിൽ ഒരു പ്രതി സബ് ഇൻസ്പെക്ടറാണ്. ബാക്കി താഴോട്ടുള്ള ASI, CPO, ഒരു വനിതാ CPO പോലും അതിൻ്റെ അകത്ത് പ്രതിയായിട്ടുണ്ട്. അവരാളെ കൊന്നു എന്നുള്ളതല്ല, അതിന് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതിൽ ഒരു പ്രതി മരിച്ചുപോയി.
ഒരു പ്രതി മരിച്ചുപോയി, ഒരു പ്രതിയുടെ പെൻഷൻ പ്രായം കഴിഞ്ഞു, 7-ൽ 5, 7-ൽ 2. ശേഷിക്കുന്ന 5 പ്രതികളും ഞാൻ ലിജീഷെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ അങ്ങയോട് പറയുന്നു, രാജ്കുമാർ എന്ന ഒരു 49-കാരനെ ഉരുട്ടിക്കൊന്ന കേസിലെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട 5 പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴും അത് ഇടുക്കിക്ക് വെളിയിലാണ് അവർക്ക് സർവീസ് എന്നുള്ളത് മാത്രം. അവർ സർവീസിൽ തിരിച്ചു കയറിയിരിക്കുകയാണ്. ഈ 144 അവരുടെയും പേരുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോ ഇനി വേറെയാണോ 144? അപ്പോ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ട ആളുകൾ വളരെ സൗകര്യത്തോടെ പോലീസ് സേനയിലേക്ക് തിരിച്ചു വരുന്നു. എങ്ങനെയാ തിരിച്ചു വരുന്നത്? അതാണല്ലോ ശ്രീ ജോർജ് ജോസഫ് സാറിന് അറിയാം. ജോർജ് ജോസഫ് സാറും ഞാനും മനോരമ നടത്തിയ ഈ പ്രശ്നവുമായിട്ട് നടത്തിയ ചാനൽ ചർച്ചയിൽ അന്ന് പങ്കെടുത്ത് നെടുങ്കണ്ടത്ത് സംസാരിച്ചയാളാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരുടെ പേരിൽ പഴയ 302 കേസ് CBI ഏറ്റെടുത്ത് കേസ് കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്ന അവരെല്ലാം സർവീസിൽ തിരിച്ചു കയറിയിരിക്കുന്നു. എങ്ങനെയാ സർവീസിൽ തിരിച്ചു കയറുന്നത്? 2 മാർഗമുണ്ട്. ഒന്നിവിടെ സൂചിപ്പിച്ചതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുവരും. ഈ ട്രിബ്യൂണലിൽ ഇതിന്റെ വാദം കേൾക്കുന്നവരും ഇല്ലെങ്കിൽ റെസ്പോണ്ടന്റ് ആയിട്ടുള്ളവരും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവർ പ്രതികൾക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും ഇതിന്റെ റിപ്പോർട്ട് എഴുതുന്നത്. ഇനി അവിടെ നിന്ന് അവരെ പിരിച്ചുവിട്ടത് അംഗീകരിച്ചാൽ ഇവർ നേരെ ഹൈക്കോടതിയിൽ പോവുകയാണ്. ഹൈക്കോടതിയിൽ സർക്കാരാണല്ലോ എതിർകക്ഷി. ഇപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സുരേഷ് കുറുപ്പിന്റെ ചേട്ടൻ ഗോപാലകൃഷ്ണ കുറുപ്പും പഴയ DYFI നേതാവ് TD ഷാജിയൊക്കെയാണ് ഇരിക്കുന്നത്. അവരെയാണ് റെസ്പോണ്ടന്റ് ആയിട്ട് എന്താ പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായ കേസ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അവരൊരിക്കലും സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കത്തില്ല, പ്രതികൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ആ പ്രതികളെല്ലാം സർവീസിൽ തിരിച്ചു കയറിയിരിക്കുന്നു. തൊടുപുഴയിൽ നിന്ന് ശ്രീമോൻ എന്ന് വിളിക്കുന്ന ഒരു CI ശ്രീ ലിജീഷ് എഴുതി വെച്ചോ, അദ്ദേഹം ഏതാണ്ട് 10-27ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായി അദ്ദേഹത്തെ പിരിച്ചുവിട്ടതാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സർവീസ്? ഹൈക്കോടതിയാണ് പിരിച്ചുവിട്ടത്. എന്നിട്ട് അതിനുശേഷം അപ്പീലിന് പോയി ആ ആളും ഇപ്പോൾ സർവീസിൽ തിരിച്ചു കയറിയിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന 144 ആളുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് 10-15 ആളുകൾ അവരുടെ സർവീസ് സമയം തീർന്നത് കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ സർവീസിന് പുറത്തു നിൽക്കുന്നു. ബാക്കി മുഴുവൻ ആളുകളും പഴയ ലാവണങ്ങളിൽ കയറിയിരിക്കുന്നു. ആ ലാവണങ്ങളിൽ കയറിയിരിക്കുന്ന ആളുകൾ CPM-ന്റെ പാദസേവ ചെയ്തുകൊണ്ട് താക്കോൽ സ്ഥാനങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പൊ 10 കൊല്ലം 9.5 കൊല്ലമായി ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് പോലീസിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അതിന് മുകളിലേക്കുള്ള ഈ പാർട്ടി നേതാക്കന്മാരെ പ്ലീസ് ചെയ്ത് അവർ നിൽക്കും. അവർ ഏരിയ കമ്മിറ്റി ഓഫീസിലും ലോക്കൽ കമ്മിറ്റി ഓഫീസിലും ഒക്കെ പോകും. അവർക്ക് ഇഷ്ടമുള്ള സ്റ്റേഷനുകളിൽ അവർ ചുമതല ഏറ്റെടുക്കും. അവിടെ ഷാഫി പറമ്പിനെ പോലുള്ള ആളുകൾ വന്നു കഴിയുമ്പോൾ DYFI-കാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് DYSP-മാര് അവരുടെ മൂക്കിന് തടിക്കുന്നു, ഇല്ലെങ്കിൽ പാലം തകർക്കുന്നു. ഒരാവശ്യവുമില്ലാത്ത അഭിലാഷ് ഡേവിഡ് അല്ല എന്നാണ് ഇപ്പോഴും CPM പറയുന്നത് കേട്ടോ. മാത്രമല്ല ഹെൽമെറ്റിന്റെ കളറിലെ വ്യത്യാസം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഇതുകൊണ്ട് പുറത്തു വന്നു, ഈ അഭിലാഷ് ഡേവിഡ് എന്നയാൾ തിരിച്ച് സേനയിൽ വന്നു. അതെങ്ങനെയെന്നുള്ള ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഷാഫിയുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു തോന്നുന്നു അല്ലെ സേനാപതി? ഈ വിഷയം ചർച്ച ചെയ്യട്ടെ, ഈ 144 കുറഞ്ഞു കുറഞ്ഞൊരു 14-എങ്കിലും എത്തട്ടെ എന്ന് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് എന്നോടാണല്ലോ ചോദിച്ചത്. വൺസ് ഹി വാസ് റിട്രെഞ്ച്ഡ് ഓർ റിമൂവ്ഡ് ഫ്രം സർവീസ്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ രേഖകളുണ്ട്. ഇനി അയാൾ എങ്ങനെ സേനയിൽ തിരിച്ചു കയറി അത് ഗവൺമെന്റ് അതിന് മറുപടി പറയണമല്ലോ. നിയമസഭയിൽ ഞങ്ങൾ 144 പേരെ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ഭരണകക്ഷി ട്രഷറി ബെഞ്ചിൽ എന്തൊരു കയ്യടിയായിരുന്നു. എന്നിട്ട് അപ്പുറത്തോട്ട് ചോദിച്ചിട്ട് നിങ്ങളുടെ കാലത്ത് ആരെയെങ്കിലും പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ പേര് പറയാനോ ലിസ്റ്റ് പറയാനോ ഇല്ലാത്തത് കൊണ്ട് പ്രതിപക്ഷത്തിന് അന്നേരം പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ 2023 പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടയാളാണ്. ആ പിരിച്ചുവിടപ്പെട്ടയാള് എങ്ങനെ സേനയിൽ തിരിച്ചു കയറി ഇതുപോലെ ഒരു താക്കോൽ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു ലാത്തി ചാർജിന് മേലധികാരികൾ അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം പോലും കൊടുക്കാതെ ഒരു MBA, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജയശങ്കർ വക്കീലിന്റെ ഒരു നറേറ്റീവ് ഇടയ്ക്ക് നമ്മൾ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതിവിശേഷമെങ്കിൽ ഈ നാട്ടിൽ ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ മേലാത്തത്? പോലീസ് വളഞ്ഞു നിൽക്കുന്ന സുരക്ഷയൊരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഒരു MBയുടെ മൂക്ക് അടിച്ചു തകർക്കുന്ന നാട്ടിൽ നാളെ ഇവിടെ എന്തും സംഭവിക്കാമല്ലോ. ഇവിടെ സാധാരണക്കാരന് എന്ത് സുരക്ഷയാണുള്ളത്? BJP ഇതിനൊരു കക്ഷിയല്ല. പക്ഷെ ഇവിടെ ഡ്രാമ കളിക്കുന്നത് ആരാണെന്നാണ് നിങ്ങളുടെ ഒരു നിലപാട്? അല്ല, എന്തിനാണ് ഇതിന്റെ അകത്ത് ഡ്രാമയുടെ ആവശ്യമുണ്ടോ? അല്ല, ഇത് നന്നായി കേട്ടോ. ഈ കളങ്കിതരായ പോലീസുകാർ വെളിയിൽ വരുന്നത്, അവർ സേനയിൽ ഉണ്ട് എന്നുള്ള കാര്യം വെളിയിൽ വരുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവർ അവിടെ മറഞ്ഞിരുന്നേനെ. അതുകൊണ്ട് അത് നന്നായി. ഷാഫിയുടെ വാർത്താ സമ്മേളനം എന്തായാലും നന്നായി. ജയേന്ദ്ര സർ, നോക്കൂ മഞ്ജുഷ്, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ലോകത്തെ നമ്പർ 1 ആയ
ഇന്ത്യ രാജ്യത്തെ നമ്പർ 1 ആയ സംവിധാനങ്ങളെ കുറിച്ചും ആ സംവിധാനങ്ങള് രാജ്യത്തെ പൗരന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ കുറിച്ചുമുള്ള ചർച്ചയാണല്ലോ നമ്മുടെ ഇതിന്റെ ആധികാരികവും ഇതിന്റെ ആഴത്തിലും പരപ്പിലും നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഇന്ത്യയിലെ നമ്പർ 1 സേനയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും ഒക്കെ അവകാശവാദം. സ്വാഭാവികമായിട്ടും അത്തരം അവകാശവാദം ഭരണകക്ഷി മുഴക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ പോലീസ് സേന എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ, നാഥനില്ലാത്ത, ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു വേദിയായി അധപ്പതിച്ചു എന്നതിന്റെ തെളിവുകളായിട്ട് ഇതിൽ പരം എന്തു വേണം? ഈ കൊച്ചു സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കസ്റ്റഡി മരണങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? മാധ്യമ പ്രവർത്തകന്മാരും വ്യാപാരികളും പിഞ്ചു കുഞ്ഞുങ്ങളും ഗർഭിണികളും സ്ത്രീകളും പോലീസിനാൽ ആക്രമിക്കപ്പെടുന്നത് വളരെ കൂടുതലാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? ആ തരത്തിൽ അത് വലിയ തെറ്റൊന്നുമല്ല. ഏതൊരു സമൂഹത്തിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജോർജ് ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ട് ഇതിനെ കുറിച്ച് പറയാൻ സാധിക്കും. എന്റെ ധാരണയിൽ ഏതൊരു സമൂഹത്തിലും ഏതൊരു വിഭാഗത്തിലും കുറച്ച് ക്രിമിനലുകളും കുറച്ച് സാമൂഹ്യ വിരുദ്ധരും ഒക്കെ ഉണ്ടാകും. എന്റെ അറിവിൽ അതൊരു 3% താഴെ ഏതൊരു സംവിധാനത്തിലും ഇത്തരം ക്രിമിനലുകളും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളും ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ അതിന്റെ നമ്പറുകളിലുള്ള ഗണ്യമായ വർധനവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സേനയ്ക്കകത്ത് ഈ എണ്ണത്തിലുണ്ടായ ഗണ്യമായ വർധന? ഞാൻ ആധികാരികവും വസ്തുനിഷ്ഠവുമായ പഠനങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കണക്കുകൾ മുൻപോട്ട് വെക്കുന്നു. നോക്കൂ, കസ്റ്റഡി പരാതികളുടെ കാര്യത്തിൽ, പോലീസിനെതിരെയുള്ള കംപ്ലൈന്റുകൾ പരിശോധിക്കുന്ന കാര്യത്തിൽ, അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്ന കാര്യത്തിൽ, കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ വളരെ പുറകിലാണ് കേരളം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 2018 മുതൽ 23 വരെയുള്ള ഇവരുടെ കണക്ക് പ്രകാരം 3551 പരാതികൾ ലഭിച്ചപ്പോൾ അന്വേഷണത്തിന് വിധേയമാക്കിയത് 1534 എണ്ണം മാത്രമാണ്. നടപടികൾക്ക് വിധേയമാക്കിയത് 6 എണ്ണം മാത്രമാണ്. മുഖ്യമന്ത്രി പറയുന്നു 744 കുറ്റവാളികളായ പോലീസുകാരുണ്ട്. അതിൽ 144 പേരെ പിരിച്ചുവിട്ടു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. പക്ഷേ കേരളത്തിലെ വിവരാവകാശ പ്രവർത്തകന്മാർ ആരൊക്കെയാണ് ഈ പിരിച്ചുവിട്ട മഹാന്മാരെന്ന് അന്വേഷിച്ചപ്പോൾ കൃത്യമായി കിട്ടിയ ഉത്തരം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖകളും പോലീസ് ആസ്ഥാനത്തില്ല. ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചയിൽ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, മാധ്യമ പ്രവർത്തകന്മാർ, വിവരാവകാശ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പൊതുപ്രവർത്തകന്മാർ, ഇവർക്ക് ലഭ്യമാക്കേണ്ടതല്ലേ രജീഷ ഈ രേഖ എന്ന് പറയുന്നത്? ആരൊക്കെയാണ് പോലീസിന്റെ നടപടി നേരിട്ട 144 പേർ? അത് 144 പേരുണ്ടോ? അതിൽ കൂടുതലുണ്ടോ? അവർ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് ഉത്തരം തേടുമ്പോഴാണ് എന്റെ അഭിപ്രായത്തിൽ ലോകത്തൊരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കേരളത്തിലെ പോലീസ് സേനയുടെ പങ്ക് വ്യക്തമാകുന്നത്. നോക്കൂ, വളരെ പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾക്ക് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് നിരത്താൻ സാധിക്കും. കുറ്റാരോപിതരായ വളരെ കൃത്യമായ നടപടികൾക്ക് വിധേയമാകേണ്ട ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ചതിന്റെയും രക്ഷപ്പെടുത്തിയതിന്റെയും എത്ര 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 തെളിവുകൾ നമ്മുടെ മുന്നിൽ. അതിലേക്ക് കൂടുതൽ പോകേണ്ട. ശ്രീ ജോർജ് ജോസഫ്, ഈ അദ്ദേഹം പറഞ്ഞു, ശ്രീ TP ജയചന്ദ്രൻ പറഞ്ഞത് ശരിയാണല്ലോ. ഞാനും നേരത്തെ അതാണ് പറഞ്ഞത്. ഈ കണക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് പോലീസ് ആസ്ഥാനത്തില്ല? ഇതിപ്പോൾ ആർക്കാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശിക്ഷണ നടപടിയാണല്ലോ ഇവിടെ വരുന്നത് ആദ്യം, ഇല്ലേ? അങ്ങനെയാണല്ലോ ഈ ശ്രീകാര്യത്തെ SHO ആയിരുന്ന ഇദ്ദേഹത്തിനെതിരെ, അഭിലാഷ് ഡേവിഡിനെതിരെ നടപടി ഉണ്ടായത്. അവിടെ നിന്ന് നേരെ റെയിൽവേയിലേക്ക്, അല്ലേ, അങ്ങോട്ട് മാറ്റപ്പെടുന്നു. ആ സമയത്ത് ഈ ഗുണ്ടാബന്ധത്തിൻ്റെ പേരിൽ സസ്പെൻഷനിലാകുന്നു. അപ്പോൾ അതിന് മുൻപിരുന്ന ശ്രീകാര്യം SHO ആയിരുന്ന സമയത്ത് അവിടെ ഒരു പീഡന കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതോടുകൂടി അത് ഡിസ്മിസിലാവുന്നു. ഇല്ല, ഇങ്ങനെയല്ലേ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ഈ അന്നത്തെ വിവരം ഇങ്ങനെയാണ്. അന്ന് പോലീസ് നൽകിയ വിവരമനുസരിച്ചാണ് മാധ്യമങ്ങൾ ആ വാർത്തയും നൽകിയത്. പക്ഷേ എന്തുകൊണ്ട് ഇതിനൊരു ആധികാരിക രേഖ ഉണ്ടാകുന്നില്ല? പോലീസ് ആസ്ഥാനത്തേക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ ഈ പറയുന്ന 144 പേരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല, പട്ടികയില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ പല സന്ദർഭത്തിലും ഇടതുപക്ഷ ഗവൺമെന്റിനെ ഉയർത്തി കാണിച്ചു, അല്ലെങ്കിൽ പുകഴ്ത്തി പറഞ്ഞു. കാരണം
പത്രത്തിൽ വന്നത് 509 പേരെ പോലീസിലെ ക്രിമിനലിന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 144 പേരെ പിരിച്ചുവിട്ടു. അതിനകത്ത് 22 പേരെ പിരിച്ചുവിട്ടത് ആദ്യം ഈ അഭിലാഷ് ഡേവിഡ് ഉൾപ്പെടെ 2 ഡിവൈഎസ്മാരും 2 പോലീസുകാരും അഭിലാഷുകാരും, അതൊക്കെയാണ് അന്ന് വാർത്ത. ആ വാർത്തയൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വേറെ ഈ വിവരാവകാശം വെച്ച് ഒന്നും എടുക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, അല്ലെ എടുക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഈ പത്രവാർത്തകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് തുടക്കത്തിലെ ഈ പിരിച്ചുവിടലിന്റെ കാര്യം പറഞ്ഞ അതിൽ ഒന്നാമത്തെ ആള് അഭിലാഷ് ഡേവിഡ്. പക്ഷേ ലിജീഷ് പറയുന്ന കാര്യം പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ് ശ്രീ ജോ ജോസഫ്. ലിജീഷ് അത് അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. അന്ന് സസ്പെൻഷനേ ഉണ്ടായിട്ടുള്ളൂ, ഇൻക്രിമെന്റ് കട്ടാക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ സസ്പെൻഷനിലായിരുന്നയാൾക്ക് സ്വാഭാവികമായിട്ടും അന്വേഷണം കഴിയുമ്പോൾ തിരിച്ചെത്താമല്ലോ. എന്താണ് തീരുമാനം എന്ന പ്രകാരം? അല്ല നമുക്ക് ഇതുപോലെയുള്ള ബന്ധമൊക്കെ ഇന്റലിജൻസിന്റെ ഉണ്ട്, പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. അതിന് നടപടിയെടുത്ത് അയാൾ നിയമപരമായിട്ട് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും മേൽമ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ തന്നെയും ഭരണഘടനയുടെ 314 വെച്ച് ഗവൺമെന്റിന് പിരിച്ചുവിടാവുന്നേ. ഗവൺമെന്റിന് ബോധ്യം വരണം, അത് പിരിച്ചുവിടാം. DGPക്ക് റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 226 അനുസരിച്ച് ഹൈക്കോടതി പോയി നമുക്ക് ഇയാളെ പിരിച്ചുവിടാം. അങ്ങനെയൊക്കെയുള്ള സംവിധാനം കേരളത്തിലുണ്ട്. പക്ഷേ അതാരും ഉപയോഗിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ വരുന്നത്. ഇങ്ങനെ അത് തന്നെയല്ലേ പോലീസ് സംഘടനയ്ക്ക് ഒരു ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റും ഇല്ലാതെ ഇവിടെ പൊളിറ്റിക്കലായിട്ട് ഇവിടെ ആ പോലീസ് സംഘടനയെ പൊളിറ്റിക്കലായിട്ട് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതൊക്കെ കേരള പോലീസിന് വലിയ ദൂഷ്യം ചെയ്യുന്നത് നമ്മൾ പണ്ട് മുതലേ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആരും അത് അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ പോലീസ് സംഘടനയുടെ അസോസിയേഷൻ ഇടതുപക്ഷം വരുമ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കും അവർ, വലതുപക്ഷം വരുമ്പോൾ വലതുപക്ഷം നിൽക്കുന്ന പോലീസ് അസോസിയേഷനാണ്. അങ്ങനെ അത് അവർ മുതലെടുക്കുന്നതാണ്. അതുകൊണ്ട് അത് പാടില്ല. കാരണം അങ്ങനത്തെ കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഷാഫി ഇപ്പം അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന DGPയോ അല്ലെങ്കിൽ അവിടുത്തെ ഇന്റലിജൻസ് മേധാവിയോ അല്ലെങ്കിൽ ആ റൂറൽ SP അവരാരും ആ ഷാഫി എന്ന MP അടിച്ചത് ഇതുവരെ പറയാത്തത്? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പോലീസിന് എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് കേസുകളാണ് പോലീസ് അന്വേഷിച്ച് തെളിയിക്കുന്നത്. എന്തുകൊണ്ട് അടിച്ച ആളെ പറഞ്ഞില്ല? പോലീസുകാരനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ കണ്ടതാണ്. അടിക്കുന്ന 3 പ്രാവശ്യം അടിക്കുന്നത് കണ്ട് ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് പല ഡിഫൻസ് വരുന്നത്. എന്തുകൊണ്ട് പോലീസ് അത് റിവീൽ ചെയ്യുന്ന? അത് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് ഇത്ര പ്രയാസം? അപ്പൊ അവിടെ വന്നപ്പോൾ ഇപ്പം ഇയാളാണ് കളങ്കിതനായ ഒരാൾ അവിടെ ഇരിക്കുന്നു. അയാൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു. എന്തായാലും അയാളെ എന്തിനാണ് ഡ്യൂട്ടിക്ക് ഇറക്കിയത്? അപ്പൊ അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ ചായ്വുണ്ടെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവനാണ്. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്ന 2 പേരെ പ്രൊട്ടക്ട് ചെയ്യുകയും അയാളുമായിട്ട് ബന്ധപ്പെടുകയും അയാളുടെ പണം വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത ആരോപണം കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ തെളിവ് എവിടെയാണെന്നാണ് ലിജീഷ് ഇവിടെ ചോദിച്ചത്. ഈ നടപടി എടുത്തതിന് തെളിവ് നമ്മൾ എവിടെ പോയി തെളിവ് കൊണ്ടുവരും ശ്രീ ജോർജ് ജോസഫ്? അല്ല, തെളിവെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ആ ഗുണ്ടയെ പിടിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കണോ? ഇയാളുമായിട്ട് ബന്ധമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മണി ട്രാൻസാക്ഷൻ ഉണ്ടോ, അയാളെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഇതിനൊക്കെ എന്താണ് ബുദ്ധിമുട്ട്? എനിക്ക് മനസ്സിലാകുന്നില്ല. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. തെളിവെടുക്കാത്തത് കൊണ്ടല്ലേ പ്രശ്നം. അതുകൊണ്ട് അതൊന്നും യോജിക്കാൻ പറ്റില്ല. മോശമായ ചരിത്രമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അതിന് അധികാരം ഉണ്ടെന്നാണ് ഞാൻ 314 കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്. ഗവൺമെന്റിനുണ്ട്, അതുപോലെ ഹൈക്കോടതിക്കുണ്ട്. ഹൈക്കോടതി കൊടുത്താൽ മതി. ഇയാൾ ഇന്ത്യയിൽ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. പക്ഷെ ഗവൺമെന്റ് ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ സർവീസിൽ വരും. അതുകൊണ്ട് ഈ 144 പേര് ഇപ്പോൾ സർവീസിലുണ്ടാവും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ പിരിഞ്ഞു പോയിട്ടുള്ളൂ. കാരണം അത് ഇപ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുന്നത്. കാരണം പിരിച്ചുവിട്ട ആദ്യത്തെ 3 പേരിലെ ഒരാളാണ് അഭിലാഷ് ഡേവിഡ്. അങ്ങേരിപ്പം അവിടുത്തെ കൺട്രോൾ റൂമിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അവിടെ തന്നെയുണ്ട്. അയാൾ ഈ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഉള്ളവർ ഉണ്ട് അവിടെ. അപ്പൊ അവരെ അടിച്ചെന്ന് പറഞ്ഞാൽ അത് നിഷേധി അല്ല. അടിച്ച ആളുടെ പേര് പറയട്ടെ പോലീസ്. ഞാൻ നേരത്തെ ചോദിച്ച അതേ കാര്യം തന്നെയാണ്. ഈ 144 പേര് ഇപ്പോൾ പോലീസിൽ തിരിച്ചെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ എത്ര പേർ തിരിച്ചെത്തിയിട്ടുണ്ട്, അവരെന്തെല്ലാം കാരണം കൊണ്ട് തിരിച്ചെത്തി എന്നുള്ള കാര്യങ്ങൾ വിശദമാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അത് സാധിക്കുന്നില്ല. അപ്പോൾ നടപടി എടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഈ തിരിച്ചെത്തുന്ന ആൾക്കാർക്കെതിരെയൊക്കെ അന്നത് പിരിച്ചുവിട്ടതല്ല, അത് സസ്പെൻഷനായിരുന്നു, ഇൻക്രിമെന്റ് തടയലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറയുവാനും ന്യായീകരണങ്ങൾ നിരത്തുവാനുമാണ് ശ്രമമെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ബാക്കി. ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം മറുപടി നൽകും. ഷാഫിയും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇന്നല്ലേ ശ്രീ മഞ്ജുഷ പത്രസമ്മേളനം നടത്തിയത്.
അവർ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ പത്രലേഖകരോട് പറയും, അതിലൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് മഞ്ജുഷ തന്നെ ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് സ്വീകരിക്കുന്ന നിലപാട് വളരെ രസകരമാണ്. ഷാഫി ഉദ്ദേശിക്കാത്ത കാര്യം പോലും ചിലപ്പോൾ മഞ്ജുഷ പറയുന്നുണ്ട്, അത് ഉദ്ദേശിച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് പോലീസ് സേനയിലെ പിരിച്ചുവിട്ടവരെ തിരിച്ചു കൊണ്ടുവന്ന് പറയാൻ വേണ്ടിയാണ് ഷാഫി പത്രസമ്മേളനം നടത്തിയെന്നാണ് ശ്രീ മഞ്ജുഷ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് അത് കാണാൻ വേണ്ടിയിട്ട്, അത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും വന്നതെന്നാണ് അവസാനം മഞ്ജുഷ എത്തുന്ന ഒരു നിഗമനം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ 1-2 ചർച്ചകൾ ഇവിടെ പറഞ്ഞല്ലോ, ചില പാനലിസ്റ്റുകൾ നടത്തിയല്ലോ. ഈ ഷാഫി പറമ്പിലെന്തോ അവിടെ പോയി മൂക്ക് തട്ടി പൊട്ടി എന്നാണോ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചില്ലേ സേനാപതി, പിന്നെ വേണു, പിന്നെ കോൺഗ്രസിൻ്റെ നേതാവ്. ഈ ഷാഫി പറമ്പിൽ അവിടെ വന്നത് എന്തിനാണ്, അതും നമ്മൾ പരിശോധിക്കണ്ടേ? ഇപ്പോൾ അവിടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വിഷയമോ ആ ജില്ലയ്ക്ക് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയമോ ഒന്നും അവിടെ നടന്നിട്ടില്ല. അവിടെ UDF തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചത് അവിടെയുള്ള കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി, CPM നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി അവിടെ കയ്യേറ്റം ചെയ്തു. അന്ന് അവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയാണുള്ള വിഷയം LDF. അത് നടത്തി, പിന്നീട് UDF നടത്തി. LDF പിരിഞ്ഞുപോയി, വളരെ വേഗം പിരിഞ്ഞുപോയി. ഇപ്പോൾ പറഞ്ഞല്ലോ മൂക്ക് തട്ടി പൊട്ടിയാന്ന്. എന്നിട്ട് 2 മണിക്കൂറോളം ഷാഫി പറമ്പിലിന് അവിടെ കാത്തു നിൽക്കുകയാണ് UDFകാർ അവിടെ ഈ സ്ഥലത്ത്. ഈ പോലീസ് വന്നതിന് ശേഷം, ഈ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുത്തിട്ടാണ് മുമ്പോട്ട് പോകണം എന്ന് നിർദ്ദേശിച്ചത്. അവിടെ അടിച്ചൊതുക്കാനും അല്ലെങ്കിൽ മർദ്ദിച്ചൊതുക്കാനാണ് ശ്രീ മഞ്ജുഷെ, അത് 2 മണിക്കൂർ മുമ്പേ ആവാമായിരുന്നല്ലോ. ഷാഫി പറമ്പിൽ വരുന്നവരെ കാത്തുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പോലീസിന്. തികഞ്ഞ സംയമനം അവർ പാലിച്ചതാണ്. പക്ഷേ അവർ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇനി മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ റിട്ട പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അയാൾ സർവീസിൽ എപ്പോഴുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനെപ്പറ്റിയൊക്കെ ധാരണ ഉണ്ടാവുമല്ലോ. പോലീസ് ഇന്ന സ്ഥലത്ത് നിൽക്കണം എന്നിവരോട് ആവശ്യപ്പെട്ടു. അത് ലംഘിച്ചുകൊണ്ട് പിന്നെയും മുമ്പോട്ട് പോയി. ഈ ഷാഫി പറമ്പിലാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും മുമ്പോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് തടഞ്ഞ്, അങ്ങോട്ട് പോകാൻ കഴിയില്ല, അത് സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അവിടെ ഉന്തും തള്ളും ഉണ്ടാകുന്നത്, അവിടെ സംഘർഷത്തിലേക്ക് പോകുന്നത്. അത് ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ബോധപൂർവമായി ഉണ്ടാക്കിയ വിഷയമാണ്. പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടും പൊളിയും വന്നാൽ റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നില്ല, നിങ്ങൾ എത്ര സമരത്തിന് മുമ്പിൽ നിന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് മർദ്ദനമേറ്റാൽ, കല്ലേറ് കൊണ്ടാൽ, അല്ലെങ്കിൽ തിരിച്ചു പോലീസ് ലാത്തി വീശിയാൽ, ആ ലാത്തി വീശിയ പോലീസുകാരനെതിരെ പരിക്കേറ്റ ഒരാൾ പരാതി കൊടുത്ത റിട്ട പോലീസ് ഓഫീസറെ നിങ്ങൾ കേസെടുക്കുമോ? നിങ്ങളെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യൽ? ഞങ്ങളെ UDF ഭരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. UDF ഭരിച്ചിരുന്ന സമയത്ത് ഏറ്റവും ആയിക്കോട്ടെ, അങ്ങനെ കേസെടുക്കുക, അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. എന്നാ പിന്നെ അതേ നേരം ഉണ്ടാവുള്ളൂ. പോലീസുകാർക്ക് നിയമം നടപ്പിലാക്കാൻ പിന്നെ എന്താ മാർഗം? റിട്ട പോലീസ് ഓഫീസറെ സംഘർഷം ഉണ്ടാക്കിയ സമയത്ത് അതിനെ പ്രകോപനം ഒന്നും വേറൊന്നും ചെയ്യാതെ പോലീസ് എല്ലാം റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇതാണോ? നിങ്ങൾ ഇതാ പോലീസ് സേന എന്ന് പറയുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് ക്രോസ് ചെയ്യാനുള്ളത് ഇല്ലാതിരുന്നതുകൊണ്ടല്ല. ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോളൂ. കോൺഗ്രസ്സുകാരെക്കാട്ടേക്ക് കൂടുതൽ ആവേശം കാണിക്കല്ലേ? എന്നിട്ട് പോലീസുമായിട്ട് ഉന്തും തള്ളുണ്ടായി. അതിന്റെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പരിക്കോ മറ്റോ, ഇനി പോലീസ് അടിച്ചതാണെന്ന് ഇരിക്കട്ടെ, ഇനി അല്ലാന്നിരിക്കട്ടെ. ഇപ്പൊ മഞ്ജുഷ് എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സംശയമുണ്ട്, ആ സംശയം ഇരിക്കട്ടെ എന്ന്. ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മികച്ച നടനാണ്. കോൺഗ്രസിനകത്തും മികച്ച നടനാണ്, പൊതുസമൂഹത്തിനകത്തും മികച്ച നടനാണ്. ഇത് ഞങ്ങൾക്ക് നല്ല ബോധ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് LDFകാർ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചവശനാക്കി എന്ന് കാർഡൂട്ട് കുത്തിരിക്കുകയായിരുന്നു, വെയിറ്റ് ചെയ്ത് കുത്തിരിക്കുകയായിരുന്നു അന്ന്. ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഒറ്റ LDF പ്രവർത്തകർ പോലും പേരാമ്പ്ര ടൗണിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കർശനമായി പറഞ്ഞു എല്ലാവരും പിരിഞ്ഞുപോയത്. പിന്നെ ഷാഫി പറമ്പിലും കോൺഗ്രസിനുള്ള ഏക മാർഗം എന്താ പറയുക? നിങ്ങൾ പോലീസായിട്ട് കച്ചറുണ്ടാക്കല. അങ്ങനെ കച്ചറുണ്ടാക്കി അടിയും വാങ്ങി അല്ലെങ്കിൽ പൊട്ടുപൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് തിരിച്ചിങ്ങോട്ട് എടുക്കണമെന്ന് പറയുക. കേസ് തിരിച്ചെടുക്കാൻ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണ്ടേ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ റിട്ട പോലീസ് ഓഫീസർ ഇയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോന്ന്? ഇയാളെടുത്ത് പോയി DYSP ഉൾപ്പെടെയുള്ള ആളുകൾ പോയി ഷാഫി പറമ്പിലിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ആളെയല്ലേ കിട്ടേണ്ടത്? അടിച്ച ആളെയല്ലേ കിട്ടേണ്ടത്? അടിച്ച ആളെ കിട്ടണ്ടേ? പരാതി വേണ്ടേ? നിങ്ങൾ പരാതി കൊടുക്കണ്ടേ? ഷാഫി പറമ്പിൽ എന്താ മൊഴി കൊടുക്കാത്ത? പരാതിക്ക് പോയ സമയത്ത് ധിക്കാരപൂർവ്വം അവരെ തിരിച്ചയച്ചതാണ്. ഞങ്ങൾ നിയമപരമായി നേരിട്ടോളാം എന്നാൽ ഷാഫി പറമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പിരിഞ്ഞുപോയതാണ്. പിന്നെ പോലീസ് ഞങ്ങൾ എന്ത് ആവശ്യമുണ്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഇന്ന് പത്രസമ്മേളനത്തിൽ പറയാ എൻ്റെ മൊഴിയെടുത്തില്ല എന്നിട്ടാണ് ഞങ്ങൾ ആളെ കണ്ടെത്തണമെന്ന് നിങ്ങൾ പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളാണ് മർദ്ദിച്ചതെന്ന് പറയുന്നത്?
പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ മഞ്ജുഷായാലും എല്ലാം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? ഷാപ്പി പറമ്പിൽ പറയുന്നത്, കോൺഗ്രസ്സുകാർ പറയുന്നത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞ പേരെവിടെയെന്ന് അത് നിങ്ങൾ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്തല്ലോ. ഇവിടെ അഭിലാഷ് ദേവഡ് എങ്ങനെ പോലീസ് സേനയിൽ തിരിച്ചെത്തി എന്നുള്ള കാര്യത്തിൽ താങ്കൾ ഒന്നും പറയുന്നില്ല. അല്ലല്ല, ആ ചർച്ച വരട്ടെ. ഈ അഭിലാഷ് ഡേവിഡ് എങ്ങനെ പിരിച്ചുവിടപ്പെട്ടയാളെ എങ്ങനെ പെട്ടെന്ന് വടകരയിൽ പൊങ്ങി എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് ഇതുവരെ അല്ലല്ല വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു ട്രാക്ക് മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ ആര് തന്നില്ല എന്നുള്ളതും ഞാനതൊരു വിഷയമാക്കി എടുക്കുന്നില്ല. അതിൽ രാഷ്ട്രീയവും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ താങ്കൾക്ക് അതിന് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഈ 144 പേരിൽ അഭിലാഷ് ഡേവിഡ് ഉണ്ടായിരുന്നോ? അഭിലാഷ് ഡേവിഡ് എങ്ങനെ സേനയിലേക്ക് തിരിച്ചെത്തി? ഈ പോലീസ് അപ്പോൾ കള്ളം പറഞ്ഞതാണോ? അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു അന്ന് കള്ളം പറഞ്ഞതാണോ ഈ പറയുന്ന അഭിലാഷ് ഡേവിഡിനെ പുറത്താക്കിയെന്ന്? അത് പറഞ്ഞുകൊണ്ട് മേനി നടിച്ചുവല്ലോ. പോലീസിൽ കളങ്കിത ഉണ്ടാവുകയില്ല എന്ന് എത്രയോ ചർച്ചകൾ നടന്നു ശ്രീ ലിജീഷ്. അല്ല, അഭിലാഷ് ഡേവിഡിനെ പോലെയുള്ളവരെ പുറത്താക്കി കഴിഞ്ഞ് എത്രയോ മേനി നടിച്ചു ശ്രീ ലിജീഷ്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ കൃത്യമായി നിങ്ങളെ ചാനലിൽ ഇരുന്ന് പറയുന്നു, ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആളെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. അത് സസ്പെൻഷനാണ് ചെയ്തത്. സസ്പെൻഷന് ശേഷം 22 മാസങ്ങൾക്ക് ശേഷം അയാൾ സർവീസിൽ തിരിച്ചു വന്നു. അതിനുശേഷമാണ് വടകരയിൽ ചുമതല ഏറ്റെടുത്തത്. പേരാമ്പ്ര ഇഷ്യൂവിന്റെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അതൊക്കെ റിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. ശ്രീ ജോർജ് ജോസഫിനെ ആവർത്തിച്ച് വിളിക്കുന്നതുകൊണ്ടാണ് ശ്രീ ജോർജ് ജോസഫ് മറുപടി താങ്കൾക്ക് മറുപടി നൽകാം. ശ്രീ ജോർജ് ജോസഫ്, ലിജീഷിനൊരു പേര് ഞാൻ ലിജീഷിനാ വിളിക്കുന്നത്. നിങ്ങൾ റിട്ടാന്ന് അവഹേളിക്കരുത്. എനിക്കൊരു പേരുണ്ട്. കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇങ്ങനെ അവഹേളിക്കരുത് കേട്ടോ. അത് കുറച്ച് നിങ്ങളെപ്പോലെ ഒരാൾ അത് പറയാണ്. അവഹേളിച്ചല്ലേ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഇനി ഞാൻ സംസാരിക്കും. ഇല്ല അല്ല, റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറയും. നിങ്ങൾക്കൊരു സംശയം വേണ്ട. നിങ്ങൾ ഇതിൽ നിഷ്പക്ഷമതിയായിട്ട് LDF CPM അടിക്കാൻ റിട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആളെ കൊണ്ടുവന്നാൽ റിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലയ്ക്കുള്ള പരിഗണന ഒന്നും നിങ്ങൾക്ക് തരില്ലെന്ന്. ഞങ്ങൾക്ക് തരില്ല. ആ പരിഗണന നിങ്ങൾക്ക് തരില്ല. സംസാരിക്കാൻ ഞങ്ങള് ഗുണ്ടാ ലിജീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അത് കൊള്ളത്തില്ല. നിങ്ങൾ സംസാരിക്കുന്ന കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കും. സാംസ്കാരികമായിട്ട് നമ്മൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ ആ രീതി അതുപോലെയാണ് റിട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആ പദവി കരുതി വെച്ചിട്ടുണ്ടാവുക. ആ പദവി റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഗുണ്ടയ്ക്ക് സമാനമാണല്ലേ റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ. റിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാല് സംസാരിക്കരുത്. അല്ലല്ല, ആ രീതിയിൽ സംസാരിക്കരുത് ലിജീഷ്. ആ രീതി അല്ല, വ്യക്തിപരമായിട്ട് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അല്ലല്ല, ഞാൻ ശ്രീ മഞ്ജുഷ അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹത്തിന് പേരുണ്ട്. അത് ഒഴിവാക്കി ജോർജ് ജോസഫ് മാത്രം കാണിക്കണം. ജോർജ് ജോസഫ് മാത്രം കാണിക്കണം. അല്ല, ജോർജ് ജോസഫ് മാത്രം കാണിക്കും. റിട്ട പോലീസ് ഓഫീസറിന് കാണിക്കരുത്. അതിനൊരു ആധികാരിക സ്വഭാവം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആധികാരിക സ്വഭാവം നിങ്ങൾ പക്ഷപാതപരമായി പെരുമാറുമ്പോ ഞാൻ അതിനെ ക്രോസ് ചെയ്യും. അതൊക്കെ അല്ലല്ല, അനാവശ്യമായ ചർച്ചയാണ് താങ്കൾ അതിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അയാൾ കറക്റ്റ് രാഷ്ട്രീയമാണ് പറയുന്നത്. ശരി ജോർജ് ജോസഫ്, താങ്കൾക്ക് മറുപടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റിട്ട പോലീസ് ഓഫീസർ എന്നുള്ള അയാൾക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. നിങ്ങൾ എന്നാൽ ഈ എഴുതി കാണിക്കുന്നത് മാറ്റ്. എന്തിനു മാറ്റണം? ജോർജ് ജോസഫ് മാത്രം എഴുതി കാണിക്കുക ശ്രീ മഞ്ജുഷേ. അതെന്താ? അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. പിന്നെ അയാളല്ലേ പറയുന്നത് ഇത് മാറ്റണമെന്ന്? അങ്ങനെ പറയാൻ പാടില്ലെന്നല്ലേ അയാൾ പറയുന്നത്. കാര്യങ്ങൾ ഞാൻ സംസാരിക്കത്തില്ല. അതാ ഞാൻ പറയുന്നത്. അത് പറയുന്നതിന് എന്തിനാണ് ശ്രീ ജോർജ് ജോസഫ് താങ്കളെ ഒന്നും പരിഹസിക്കുകയാണെന്നുള്ളത്? എങ്ങനെയാ നിങ്ങൾക്ക് പരിഹാസമായി തോന്നുന്നത്? എങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെയാ പരിഹാസമായി തോന്നുന്നത്? എനിക്ക് സംസാരിക്കുന്നത് നിങ്ങൾ പരിഹാസം തന്നെയാണ് ലിജീഷ്. അല്ല, താങ്കൾക്ക് അത് പരിഹാസമായി തോന്നുന്നില്ല. അക്കാര്യത്തിൽ ജോർജ് ജോസഫിനോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അല്ല ലിജീഷിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതിൽ അത് ജോർജ് ജോസഫിന് വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ശ്രീ ജോർജ് ജോസഫ്. അത് ശരിയായില്ല. ലിജീഷ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. ലിജീഷിനോട് എല്ലാ ബഹുമാനവും എനിക്കുണ്ട്. അല്ലല്ല, നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അദ്ദേഹം ഈ സമയത്ത് അങ്ങനെ സംസാരിച്ചു. നിങ്ങൾക്ക് പ്രയാസം വരുന്നത് എന്താ ഞാൻ ചോദിക്കുന്നത്? ഞാൻ പറയട്ടെ, ഈ ചാനൽ ചർച്ചയിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുന്നത് എന്തിനാണ്? സ്വാഭാവികമായും ഇതിന്റെ
പോലീസ് സംവിധാനത്തിനകത്തുള്ള കാര്യം പറയാനോ അതുമായി ബന്ധപ്പെട്ട അതാണ് കാര്യം അദ്ദേഹം പറയാനല്ലേ? പറഞ്ഞത് ശ്രീ. അല്ലല്ല, അതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മൾ അല്ലല്ല, അദ്ദേഹം അയാളെ ചോദിച്ച അതേ പറയും, സംശയം തന്നെ നേരത്തെ ഞാനും സേനാപതി പ്രകടിപ്പിച്ചത്. വേണു പക്ഷേ സാർ ലിജീഷ് പറയുന്നത് മറുപടി പറഞ്ഞില്ല. പോലെ സേനാപതി BJP യുടെ താങ്കളുടെ ജയന്തൻ മാഷ് കുഴപ്പമാണ്. പറയുന്നത് സേനാപതി പോലെ ശരി, നിങ്ങളുടെ ശരി, ഐഡന്റിറ്റി ശരി, എന്ന് പറഞ്ഞാൽ ശരി, ലിജീഷ്. റിട്ടയർഡ് പോലീസ് ശരി, 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 ഉദ്യോഗസ്ഥനാണ്, അതല്ല ചർച്ച. റിട്ടയർഡ് സേനാപതി. പോലീസ് ഉദ്യോഗസ്ഥനാണ്. സേനാപതി. നമ്മൾ പറയും സേനാപതി ഇല്ലേ ജോർജ് ജോസഫ് സേനാപതി ചെയ്യുന്ന കാര്യം? താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടുണ്ടോ? ലിജീഷ് പറഞ്ഞിട്ടുണ്ടോ? ശരി, സേനാപതി. ലിജീഷ് പറഞ്ഞതിനെയൊക്കെ ഇപ്പൊ അത് ഇപ്പൊ ഞാൻ അതിനെ ഖണ്ഡിക്കാനൊന്നുമല്ല. പക്ഷേ നമ്മളൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഗവൺമെന്റ് സർവീസ്, അതായത് സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞ ഒരാളാണ്, എക്സ് സർവീസ്മാൻ എന്ന പട്ടികയിലുള്ളതാണ്. ഞാനിപ്പോൾ ഒരു അഭിഭാഷകനാണ്, രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇത് നിങ്ങളുടെ കുഴപ്പം ഇതാണ് ലിജീഷ്, നിങ്ങൾക്ക് ഈ അസഹിഷ്ണുതയാണ്. ഞങ്ങളത് പറയുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ രാഷ്ട്രീയം. നിങ്ങളുടെ ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത് അതിന്റെ എല്ലാ പാരമ്യതകളും ലംഘിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞൊരു കോൺഗ്രസിന്റെ നേതാവ് പറയും. അല്ല, അങ്ങ് ഈ ചർച്ചയിൽ ഇപ്പൊ പറഞ്ഞൊരു കാര്യം എന്താ, ഷാഫി പറമ്പിൽ എന്തിനാ അവിടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ അല്ല ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഒരു ഇന്റർഫിയൻസ്, അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഷാഫി പറമ്പിൽ എന്തിനാ അവിടെ വന്നു. ഗ്രാമറയോ പ്രദേശങ്ങളോ നിങ്ങളുടെ പാർട്ടി ഗ്രാമമാണ്, അവിടെ MP പോലും വരാൻ പറ്റത്തില്ല. ഇനി വന്ന ആളുകൾ, നിങ്ങളുടെ ഒരാളും അവിടെ ഇല്ലല്ലോ, പിന്നെ സംഘർഷത്തിന്റെ പ്രശ്നമില്ലല്ലോ. നിങ്ങളുടെ എല്ലാ ആളുകളെയും സംഘർഷ സ്ഥലത്ത് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങളുടെ എല്ലാ ആളുകളെയും ഞങ്ങൾ പിരിച്ചു പോയിട്ട് ഒരാൾ അപ്പൊ പിന്നെ കോൺഗ്രസ്സുകാരൻ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണെന്നാണ് എന്റെ വാദം. അല്ല, ഇത് തന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും ആത്യന്തികമായി നിങ്ങളുടെ ഈ അസഹിഷ്ണുത. ആ അസഹിഷ്ണുതയാണ് കേരളത്തിൽ ഈ പാർട്ടി ഗ്രാമങ്ങളും ഈ സംഘർഷങ്ങളും എല്ലാം ഉണ്ടാക്കാനായിട്ട് കാരണം. ഇതൊക്കെ കുറച്ചു കാലം നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ലിജീഷിനോട് പറയുന്നു, ലിജീഷെ 6-3-18 180 ദിവസം കഴിയുമ്പോ ഈ അഭിലാഷ് ഡേവിഡൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടോ എന്ന് അന്നും ചാനൽ ചർച്ചയിൽ, നമ്മളാരും ഇല്ലാതെ ഒന്നും പോകത്തില്ലോ, അന്നും ചാനൽ ചർച്ചയിൽ ഉണ്ടാവും. അന്ന് ഞങ്ങൾ പറയാം ഈ അഭിലാഷ് ഡേവിഡിനെ 4 കൊല്ലം മുമ്പ് നിങ്ങൾ പറഞ്ഞാണെന്നേ. 4 കൊല്ലം മുമ്പ് പറഞ്ഞ രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നില്ലേ? എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇനിമേൽ ലിജീഷ് ഒരു കാര്യം, ഇനി പോലീസിന് നേരെ ആരോപണം ഉണ്ടാകുമ്പോൾ, അല്ല ഒരു സെക്കൻഡ് ലിജീഷ്, ഇനിമേൽ പോലീസിന് നേരെ ആരോപണം ഉണ്ടാകുമ്പോൾ, പോലീസ് മർദ്ദനത്തിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ, ഞങ്ങളിതാ 144 പോലീസുകാരെ പിരിച്ചുവിട്ട് മാതൃക കാണിച്ച ഒരു സർക്കാരാണ്, 500 എത്രയോ ആളുകളെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് പോലീസിലെ ക്രിമിനലുകൾ എന്ന രീതിയിൽ, അവർക്കെതിരെയുള്ള നടപടി എടുത്തു വരികയാണ് എന്നൊന്നും പറഞ്ഞ് മേനി നടിക്കരുത്. കാരണം ഇന്ന് പേരാമ്പ്രയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്, കൃത്യമായിട്ട് സൂചന പറയുന്നത്, അഭിലാഷ് ഡേവിഡ് എന്നുള്ള ഒരു ക്രിമിനൽ പോലീസ് സേനയിൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ട് പോലീസ് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് അറിയിച്ചത്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. എന്നിട്ട് എങ്ങനെ പിരിച്ചുവിടൽ ആവിയായി പോയി നിങ്ങൾക്കിപ്പോൾ പറയാൻ തോന്നുന്നു? അദ്ദേഹത്തിന് പിരിച്ചുവിടലായിരുന്നില്ല, സസ്പെൻഷനിലായിരുന്നു, ഇൻക്രിമെന്റ് കട്ടായതാണ്, തിരിച്ചെത്തിയെന്ന്. ശരി, ഇനിമേൽ അത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തരുത് ദയവ് ചെയ്ത്. അതേ ഉള്ളൂ. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും 144 ആളെയും പിരിച്ചുവിട്ടു എന്ന് തന്നെ മേനിയടിക്കും, ഒരു സംശയമില്ല. അതിൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നത്? അഭിലാഷ് ഡേവിഡ് ഉണ്ട്, നിങ്ങൾ 144 ആളെ തന്നെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. അതിന്റെ ആധികാരികമായ കാര്യങ്ങളെല്ലാം ആഭ്യന്തര വകുപ്പ് ഇനിയുള്ള ദിവസങ്ങൾക്കകത്ത് നിങ്ങൾക്ക് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളെല്ലാം വന്നത്, അതെല്ലാം ഇന്നത്തെ ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്ന് 90% പ്രേക്ഷകർ, അല്ല എന്ന് 8%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി.